നമസ്കാരം ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഐ എം നിത്യ. ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടല്ലോ ബെസ്റ്റ് 5 ആയിട്ടുള്ള സ്കൂൾ ഡ്രാമ പാർട്ട് 2 ആണ് കേട്ടോ ഞാൻ ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി ബെസ്റ്റ് 10 സ്കൂൾ ഡ്രാമകൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇനിയും സ്കൂൾ ഡ്രാമകൾ കാണാനായിട്ട് ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ കേട്ടോ. അപ്പൊ ഈ ഒരു ബെസ്റ്റ് 5 ഡ്രാമാസ് ഉണ്ടല്ലോ പെട്ടെന്ന് ആരും ശ്രദ്ധിക്കപ്പെടാത്ത ബെസ്റ്റ് ആയിട്ടുള്ള അണ്ടർ റേറ്റഡ് ഡ്രാമാസ് ആണ് കേട്ടോ. ഇതിലെല്ലാത്തിലും നല്ല കണ്ടന്റ് ആണ് ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള സ്കൂൾ ഡ്രാമകളാണ് കേട്ടോ ഈ ബെസ്റ്റ് 5 ആയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് ഡ്രാമയാണ് മൊമെന്റ് ഓഫ് 18. 2018 റിലീസ് ആയിട്ടുള്ള നല്ലൊരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു സ്കൂൾ ഡ്രാമയാണ് മൊമെന്റ് ഓഫ് 18. ഇതിലെ സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കഥയിലെ നായകൻ ട്രാൻസ്ഫർ ആയിട്ട് നമ്മുടെ കഥയിലെ നായിക പഠിക്കുന്ന സ്കൂളിലോട്ട് വരികയാണ് കേട്ടോ. ശേഷം അവൻ ഫസ്റ്റ് ലവിനെ മീറ്റ് ആക്കുകയാണ്. പിന്നീട് ഉണ്ടാകുന്ന സ്റ്റോറി എല്ലാം നിങ്ങൾ കണ്ടു തന്നെ അറിയണം കേട്ടോ. മെയിൻ ആയിട്ട് ആ ഒരു 18 വയസ്സിലുള്ള കുട്ടികൾക്ക് അനുഭവപ്പെടുന്ന ഒരു പ്രശ്നങ്ങളും അല്ലെങ്കിൽ അവരെങ്ങനെയൊക്കെ ചിന്തിക്കുന്നു, അവരുടെ ആ ഒരു മൊമെന്റ്, ആ ഒരു ടൈമിലുള്ള മൊമെന്റ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് ഈ ഡ്രാമയിൽ നമുക്ക് നന്നായിട്ട് പ്രസന്റ് ചെയ്ത് തന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ അത് കാണാൻ തന്നെ ഭയങ്കര രസമാണ്. നല്ലൊരു മെസ്സേജിങ് ആണ് ഈ ഒരു സ്റ്റോറിയിൽ കൺവേ ചെയ്യുന്നത് കേട്ടോ. ഇതിൽ മെയിൻ ലീഡായിട്ട് അഭിനയിച്ചിരിക്കുന്നത് കിം ഹ്യോങ് എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ട്രസും ഓങ് സ്യോങ് വൂ എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ടറുമാണ് കേട്ടോ. ഇത് തന്നെയാണ് പ്രൊണൗൺസിയേഷൻ എന്ന് എനിക്ക് അറിയില്ല. എന്തായാലും ഇവരുടെ ആ ഒരു കെമിസ്ട്രി, ഇവരുടെ ആ ഒരു റൊമാൻസ് ഒക്കെ ഇതിൽ കാണാനായിട്ട് ഭയങ്കര രസമാണ്. മെയിൻ ആയിട്ട് സ്കൂൾ ഡ്രാമ ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. അപ്പൊ അങ്ങനത്തെ ആളുകൾക്ക് എന്തായാലും ഈ ഡ്രാമ ഇഷ്ടാവും കേട്ടോ. ടോട്ടലായിട്ട് 16 എപ്പിസോഡ്സ് ആണ് ഉള്ളത്. സെക്കൻഡ് ഡ്രാമയാണ് 2016 റിലീസ് ആയിട്ടുള്ള മോറിം സ്കൂൾ. ഇതുണ്ടല്ലോ ഹിഡൻ ജെമ്മാണ് കേട്ടോ. കാരണം ഒളിഞ്ഞിരിക്കുന്ന നല്ല പോപ്പുലർ ആയിട്ട് അല്ലെങ്കിൽ നല്ല കണ്ടന്റ് ഒക്കെ ഉള്ള ഒരു സ്റ്റോറി എന്നൊക്കെ നമ്മൾ പറയാറില്ല. ഇതിങ്ങനെ ഒളിഞ്ഞിരിക്കുകയാണ്. കാരണം ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് അല്ലെങ്കിൽ നല്ലൊരു സ്റ്റോറി ലൈൻ ആയിട്ട് ഈ ഡ്രാമ ഫോളോ ചെയ്യുന്നത്. ഇതിലെ കഥ എന്താന്ന് വെച്ചാലുണ്ടല്ലോ, ഇതൊരു മോറിം സ്കൂൾ, അതായത് ആ ഒരു സ്കൂളിൽ അക്കാഡമിക് മാത്രമല്ല പഠിപ്പിക്കുന്നത്, കുട്ടികൾക്ക് കമ്മ്യൂണിക്കേഷൻ, സാക്രിഫൈസ്, എംപതി, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും കൂടി അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ ഇന്നതൊക്കെയാണ് നമ്മുടെ വിജയത്തിനുള്ള ഒരു കാരണം എല്ലാം പഠിപ്പിക്കുന്ന ഒരു സ്കൂളാണ് കേട്ടോ ഈ ഒരു മോറിം സ്കൂൾ. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈ സ്കൂളിൽ പഠിക്കാനായിട്ട് പറ്റില്ല കേട്ടോ. സെലക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് സ്റ്റുഡൻസിന് മാത്രമാണ് ഈ ഒരു സ്കൂളിൽ പഠിക്കാനായിട്ട് പറ്റുള്ളൂ. ഇതാണെങ്കിൽ പബ്ലിക്കലി ഫേമസ് ആയിട്ടുള്ള ഒരു സ്കൂളും അല്ല. സോ അങ്ങനെ ഒരു മൈസ്റ്ററി ആയിട്ടുള്ള ഒരു സ്കൂളാണ് മോറിം സ്കൂൾ കേട്ടോ. അപ്പൊ അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഒരു സ്റ്റോറിയാണ് ഈ ഡ്രാമയിൽ ഫോളോ ചെയ്യുന്നത്. എന്തായാലും ഈ ഒരു ഡ്രാമ നിങ്ങൾ കണ്ടേ പറ്റുള്ളൂ കേട്ടോ. കാരണം നല്ലൊരു കണ്ടന്റ് ആണ് ഈ ഒരു സ്റ്റോറിക്ക് ഉള്ളത്. ഇതിൽ മെയിൻ ലീഡ്സ് ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത് ലിയോൺ വൂ എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ടറും സിയോയേജി എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ട്രസും ആണ് കേട്ടോ. ഇപ്പൊ ഇവരുടെ ആ ഒരു റിലേഷൻഷിപ്പ്, ഇവരുടെ ആ ഒരു റൊമാൻസ് ഒക്കെ ആ ഒരു സ്കൂളിൽ ചെന്നതിന് ശേഷമാണ് ഉണ്ടാവുന്നത്. അപ്പൊ അതൊക്കെ കാണാനായിട്ട് ഭയങ്കര രസമാണ്. എന്തായാലും നിങ്ങൾ ഈ ഡ്രാമ മറക്കാണ്ട് കാണണം കേട്ടോ. ടോട്ടലായിട്ട് 12 എപ്പിസോഡ്സ് ആണുള്ളത്. നമുക്ക് നല്ലൊരു ക്യൂരിയോസിറ്റിയിൽ കാണാൻ പറ്റിയിട്ടുള്ള ഒരു ഡ്രാമയാണ് കേട്ടോ. നെക്സ്റ്റ് എന്തായിരിക്കും എന്നുള്ളൊരു ക്യൂരിയോസിറ്റിയിലായിരിക്കും നമ്മൾ ഈ ഡ്രാമ കണ്ടു തീർക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും വർത്ത് വാച്ചിങ് ആയിട്ടുള്ള ഒരു സ്കൂൾ ഡ്രാമയാണ് മോറിം സ്കൂൾ. ഇനി തേർഡ് ഡ്രാമയാണ് ഓറഞ്ച് മെർമലൈഡ്. ഇത് 2015 റിലീസ് ആയിട്ടുള്ള നല്ലൊരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഡ്രാമയാണ് കേട്ടോ. ഇത് ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഫാന്റസി വേൾഡിൽ നടക്കുന്ന ഒരു കഥയാണ് കേട്ടോ. കാരണം ഇതൊരു വാമ്പയർ ഗേള് നമ്മുടെ ഒരു ഹ്യൂമൻ ബോയിനെ പ്രണയിക്കുന്ന ഒരു സ്റ്റോറിയാണ് ഈ ഡ്രാമയിൽ പറയുന്നത്. അപ്പൊ നമ്മുടെ വാമ്പയർ ആയിട്ടുള്ള ഗേൾ അവളുടെ ആ ഒരു ഐഡന്റിറ്റി അവൾ ഹൈഡ് ചെയ്തിട്ടാണ് സ്കൂളിലോട്ട് ചെല്ലുന്നത് കേട്ടോ. അപ്പൊ ഇവർ രണ്ടുപേരും ഒരേ സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പൊ പിന്നീട് ഇവര് കുട്ടികളൊക്കെ ഇവള് വാമ്പയർ ആണെന്ന് അറിയില്ലേ എന്നുള്ള ഒരു കഥയാണ് ഈ ഡ്രാമയിൽ പറയുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ അത് കണ്ടു തന്നെ അറിയണം കേട്ടോ. വാമ്പയറും ഹ്യൂമൻ എന്ന് പറയുന്നത് ഒട്ടും ക്ലോസ് ആക്കാൻ പറ്റാത്ത രണ്ട് സാധനങ്ങളാണല്ലോ. അപ്പൊ ഇവര് തമ്മിൽ എങ്ങനെയായിരിക്കും പ്രണയത്തിലാവുന്നത് എന്നെല്ലാം നിങ്ങൾ കണ്ടു തന്നെ അറിയണം കേട്ടോ. ഇവരുടെ പാസ്റ്റും പ്രസന്റും എല്ലാം ഇത് നന്നായിട്ട് തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സ്റ്റോറി ലൈനാണ് ഈ ഒരു ഡ്രാമ ഓറഞ്ച് മെർമലൈഡ് എന്ന് പറയുന്ന ഡ്രാമ ഫോളോ ചെയ്യുന്നത് കേട്ടോ. ഇതിൽ ടോട്ടലായിട്ട് 12 എപ്പിസോഡ്സ് ആണ് കേട്ടോ ഉള്ളത്. മെയിൻ ലീഡ്സ് ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത് സിയോൾ ഹ്വാൻ എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ട്രസും യോ ജിൻ ഹ്യോ എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ടറും ആണ് കേട്ടോ. അപ്പൊ ഇവരുടെ ഒരു കെമിസ്ട്രി അല്ലെങ്കിൽ ഇവരുടെ ഒരു സ്റ്റോറിയാണ് ഈ ഡ്രാമയിൽ ടോട്ടലി പറയുന്നത് കേട്ടോ. ഫോർത്ത് ഡ്രാമയാണ് 2015 റിലീസ് ആയിട്ടുള്ള ചീർ അപ്പ്. ഇത് നല്ലൊരു റൊമാൻറ്റിക് ആൻഡ് സ്കൂൾ ഡ്രാമയാണ് കേട്ടോ. അതായത് കുട്ടികളുടെ ആ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പിന് വാല്യൂ കൊടുക്കുന്ന ഒരു സ്റ്റോറിയാണ് ഇത്. മെയിൻ ആയിട്ട് അവിടുത്തെ ആ ഒരു സ്കൂളിൽ ഒരു റൂള് തന്നെ ചേഞ്ച് ആക്കുന്ന ഒരു സ്റ്റോറിയാണ് ഇതിൽ മെയിൻ ആയിട്ട് പറയുന്നത്.
കാരണം ഒരു സ്കൂൾ എന്ന് പറയുമ്പോൾ പഠനം മാത്രം പോരാ, അതായത് മാർക്കിന് വേണ്ടി മാത്രമായിട്ടാണ് കുട്ടികൾ പഠിക്കുന്നത്. അപ്പൊ അത് മാത്രം പോരാ, കുട്ടികൾക്ക് കലാപരമായിട്ടുള്ള ഓരോ കഴിവുകൾ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അവരെ മെന്റലി പ്രിപ്പയർ ആക്കണമല്ലോ. അപ്പോൾ മാർക്കിനൊക്കെ വേണ്ടിയിട്ട് ഈ ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അങ്ങനെ ആയാൽ പോരാ, കുട്ടികൾക്ക് ഇങ്ങനെയും ഓരോ സ്കില്ലുകൾ വേണം എന്നുള്ള ഒരു സ്റ്റോറിയാണ് ഈ ഡ്രാമയിൽ പറയുന്നത് കേട്ടോ. ആ ഒരു മെയിൻ ആയിട്ടുള്ള മെസ്സേജ് ആണ് ഇതിൽ നമുക്ക് തരുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റുഡൻസ് ഡാൻസ് ക്ലബിനെ വെച്ചിട്ട് ഇവരൊരു ചീർ ലീഡിങ് ടീം തന്നെ ക്രിയേറ്റ് ആക്കുകയാണ്. പിന്നീട് ആ ഒരു സ്കൂളിന്റെ അന്തരീക്ഷം തന്നെ മാറ്റിയെടുക്കുന്ന ഒരു സ്റ്റോറിയാണ് ഈ ഡ്രാമയിൽ പറയുന്നത് കേട്ടോ. മെയിൻ ലീഡ്സ് ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത് ജങ് യൂൻജി എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ട്രസും ലീ വൺ ക്വാൻ എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ടറും ഉണ്ട് കേട്ടോ. അപ്പൊ ഇവരുടെ ആ ഒരു റിലേഷൻഷിപ്പ്, ഇവരുടെ റൊമാൻസ് ഒക്കെ ആ ഒരു സ്കൂളിൽ നടക്കുന്നതൊക്കെ കാണാനായിട്ട് ഭയങ്കര രസമാണ്. മെയിൻ ആയിട്ട് ഓരോ മൊമെന്റ് നമ്മൾ എൻജോയ് ചെയ്യണം, ഇങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നാൽ മാത്രം പോരാ, ഇപ്പോഴത്തെ ആ ഒരു പ്രസന്റ് നമ്മൾ എൻജോയ് ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു നടി നമുക്ക് ഈ നടനും എല്ലാവർക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ ഇതിൽ നല്ല ലവ് ട്രയാങ്കിളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ കാണാനായിട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഡ്രാമ എന്തായാലും ഇഷ്ടമായിരിക്കും. ടോട്ടൽ ആയിട്ട് 12 എപ്പിസോഡ്സ് ആണ് ഉള്ളത്. ഇനി ലാസ്റ്റ് ഡ്രാമയാണ് 2013 റിലീസ് ആയിട്ടുള്ള മോൺസ്റ്റാർ. ഈ ഡ്രാമയിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഇതില് ബിഗസ്റ്റ് ആയിട്ടുള്ള ഒരു ഐഡിയൽ സ്റ്റാർ സ്കൂളിലോട്ട് പഠിക്കാനായിട്ട് വരികയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ അവിടെ വന്നിട്ട് നമ്മുടെ കഥയിലെ നായികയെ ഇഷ്ടപ്പെടുകയാണ് അവൻ. പിന്നീട് ഉണ്ടാകുന്ന സ്റ്റോറി നിങ്ങൾ കണ്ടുതന്നെ അറിയണം കേട്ടോ. കാരണം നല്ലൊരു ബാൻഡൊക്കെ ഇവർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം സ്കൂളിൽ ഓരോ ചേഞ്ചസ് വരുത്തുക, അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു പേഴ്സണൽ ലൈഫൊക്കെ കാണിക്കുന്ന ഒരു ഡ്രാമയാണ്. കഥ സിമ്പിൾ ആണ്, പക്ഷെ എന്താണെന്നറിയില്ല, നമുക്കിത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡ്രാമയോട് ഒരു ഇഷ്ടം വരും. അങ്ങനെ കണ്ടിട്ടുള്ള ഒരു ഡ്രാമയാണ് ഞാനിത്. അപ്പൊ നമുക്ക് ഇപ്പൊ കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇതൊരു സിമ്പിൾ ഡ്രാമയാണല്ലോ എന്നൊക്കെ തോന്നിപ്പോവും. പക്ഷെ ആദ്യമായിട്ടൊക്കെ നമ്മൾ കാണുന്ന ഒരു കുട്ടിക്ക് ഉണ്ടല്ലോ, ഈ ഒരു ഡ്രാമ കണ്ടു കഴിഞ്ഞാൽ നല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡ്രാമയായിട്ട് നമുക്ക് തോന്നും. ഞാൻ ഈ കെ ഡ്രാമസ് ഒക്കെ കാണുന്ന ഒരു ടൈമിൽ ഈ ഡ്രാമ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു ഡ്രാമയാണ് കേട്ടോ. മെയിൻ ലീഡ്സ് ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത് ഹാൻ യോ സോ എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ട്രസും യോൺ ജങ് ഹ്വാങ് എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ടറും ആണ്. ഓൾറെഡി സിമ്പിൾ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് മനസ്സിലാവാനും പെട്ടെന്ന് ഈസി ആയിരിക്കും കേട്ടോ. ടോട്ടൽ ആയിട്ട് 16 എപ്പിസോഡ്സ് ആണ് ഉള്ളത്. അപ്പൊ ഇത്രയും സ്കൂൾ ഡ്രാമകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മെയിൻ ആയിട്ട് സ്കൂളിൽ നടക്കുന്ന ഓരോ സ്റ്റോറീസ് ആണ് ഈ ഡ്രാമകളിലെല്ലാം പറയുന്നത് കേട്ടോ. ഫ്രണ്ട്ഷിപ്പും അവരുടെ റൊമാൻസും പേഴ്സണൽ ലൈഫും എല്ലാം ഇത് നന്നായിട്ട് തന്നെ പോർട്രേ ചെയ്തിട്ടുണ്ട് കേട്ടോ. മെയിൻ ആയിട്ട് ഇതിലെല്ലാത്തിലും ഓരോ മെസ്സേജ് നമുക്ക് കൺവേ ചെയ്യുന്നുണ്ട്. അതെന്താണെന്നുള്ളത് നിങ്ങൾ കണ്ട് തന്നെ അറിയണം കേട്ടോ. അപ്പൊ എനിക്ക് ഇതെല്ലാം ഇഷ്ടമായിട്ടുള്ള ഡ്രാമയാണ്. നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്തേക്കണേ. ഇനി ഇത് കൂടാതെ വേറെ ഏതെങ്കിലും സ്കൂൾ ഡ്രാമകൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ അതൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഇതിലേതാ നിങ്ങളുടെ ഫേവറേറ്റ് സ്കൂൾ ഡ്രാമ എന്നും കൂടി ഒന്ന് കമന്റ് ചെയ്തേക്കണേ. അപ്പൊ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.